എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചപ്പാത്തിൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ദോശൻ്റെ കൂടിയും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് കറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അടിപൊളി രുചിയാണ്. ഈ ഒരു പരിപ്പ് കറി മാത്രം മതി എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് ചുവന്ന പരിപ്പാണ് കേട്ടോ എടുത്തിന്. ചുവന്ന പരിപ്പ് കൊണ്ടാണ് ഈ ഒരു കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുപ്പ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, എല്ലാം ചേർത്തതിന് ശേഷമാണ് അടുപ്പ് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പരിപ്പ് മുഴുവനും ഇതിലിട്ടതിന് ശേഷം ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. ഈ ഒരു ചുവന്ന പരിപ്പിന് വേവ് കുറവായിരിക്കും, അപ്പോൾ ഒരു വിസിലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു വിസിൽ വന്നതിന് ശേഷം അടുപ്പ് ഓഫ് ആക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഞാനിതാ മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി തീരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു സവാളൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും 5 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് നമ്മൾ ഈ ഒരു കറിക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഒരു 5 എണ്ണം ചേർത്ത് കൊടുത്തത്. വേറെ മുളക് പൊടിയൊന്നും നമ്മളിതിൽ അധികം ചേർക്കുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിൻ്റെ പകുതി തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ചേർത്തിട്ട് ഒരുപാട് വഴറ്റേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. തക്കാളി ചേർത്തിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, നമ്മൾ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിന് ഈ ഒരു സമയത്തും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണിലും കുറവായിട്ട് മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവാനായിട്ട് വെച്ച പരിപ്പുണ്ടല്ലോ, ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. അതൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പരിപ്പെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്, ഒറ്റ വിസിലേ വേണ്ടു, നന്നായിട്ട് വെന്ത് കിട്ടും ചുവന്ന പരിപ്പ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിലും ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ചതല്ലേ, ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇതാ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രേവി കുറച്ചൊന്ന് തിക്കായിട്ടുമുണ്ട്. ഇനി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. നല്ല അടിപൊളി രുചിയിലുള്ള നല്ലൊരു പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയായാലും നെയ്ച്ചോറിൻ്റെ കൂടെയായാലും ചപ്പാത്തിൻ്റെ കൂടെയായാലും അതുപോലെ ദോശൻ്റെ കൂടെ അങ്ങനെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് കറിയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ പൊരിച്ചതുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.